അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് എന്തെല്ലാം പഠിക്കണം, ഏതെല്ലാം രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരും എന്നെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായി ദുറൂസുൽ ഇസ്ലാം എന്ന വിഷയത്തിൽ ആദ്യമായി വരുന്നത് ബാക്കി ചൊല്ലുക എന്ന ചോദ്യമാണ്. 1. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന, ബാക്കി പഠിപ്പിക്കണം. വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് ചൊല്ലിക്കൊടുത്താൽ ഒന്നാമത്തെ ചോദ്യത്തിന്, ഒരു ചോദ്യത്തിന് 10 മാർക്കാണ്. അങ്ങനെ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാൽ 100 മാർക്കാണ് ഈ ഒറ്റ വിഷയത്തിൽ ലഭിക്കുന്നത്. രണ്ടാമതായി 3 റമളാൻ നോമ്പല്ലേ എന്നാണ് ചോദിക്കുന്നത്. പാട്ടിലുള്ളത് 3 പുണ്യ സക്കാത്തല്ലേ എന്നാണ്. ചിലപ്പോൾ തെറ്റിച്ച് കൊടുത്തതായിരിക്കാം. എന്തായാലും അത് ശരിയാക്കി ചൊല്ലാൻ, അതുപോലെ അതിൻ്റെ ബാക്കി ചൊല്ലാനാണ് ആ ചോദ്യം. അപ്പോൾ 3 പുണ്യ സക്കാത്തല്ലേ, 4 റമളാൻ നോമ്പല്ലേ, ആ പാട്ട് പഠിപ്പിക്കുക. മൂന്നാമതായി ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള പാട്ടാണ്. അള്ളാഹുവിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ ഒന്നാണ്. ഇങ്ങനെ ബാക്കി ചൊല്ലാനാണ്. ആ ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള പാട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കണം. 4 അന്ത്യദിനത്തിലെ വിശ്വാസം, ബാക്കി ചൊല്ലാൻ കിട്ടണം. അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 5 എന്ന് ബാക്കി കുട്ടികൾക്ക് ചൊല്ലാൻ കിട്ടണം. അതിനെന്ത് ചെയ്യണം? കുട്ടികൾക്ക് ആ ബൈത്ത് കാണാതെ പഠിപ്പിക്കണം. ഇനി 5-മത് 6ഉം നമ്മൾ അറിഞ്ഞിടണം. അതിന് ബാക്കി ഈമാൻ ഖൽബിൽ ഉറച്ചിടണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങളെ പാട്ടും അതുപോലെ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചുള്ള പാട്ടും കുട്ടികൾക്ക് കാണാതെ കിട്ടണം. ഇനി ഉത്തരം പറയുക. 6-മത്തെ ചോദ്യം, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? അവിടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമ്മൾ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കത് കിട്ടും. ശീലിപ്പിക്കാത്തവർ അത് കുട്ടികൾക്ക് പഠിപ്പിക്കുക. 7-മത്തെ ചോദ്യം, ഈമാൻ കാര്യങ്ങൾ എത്ര? ഈമാൻ കാര്യങ്ങൾ എത്ര എന്ന് ചോദിക്കുമ്പോൾ 6 എന്ന് പറയാൻ കഴിയണം. ഏതെല്ലാം എന്ന് ഇവിടെ ചോദിച്ചിട്ടില്ല, എത്ര എണ്ണം പറഞ്ഞാൽ മതി. 8 സലാം പറയണം. എങ്ങനെ? സലാം പറയുന്ന രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. 9 ഇസ്ലാം കാര്യങ്ങളിൽ 5-മത്തേത് ഏത്? ഇസ്ലാം കാര്യങ്ങൾ 5ഉം ഓരോന്നായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കണം. അതിൽ 5-മത്തേത് ഹജ്ജ് ചെയ്യുക എന്ന് കുട്ടികൾക്ക് പറയാൻ കഴിയണം. 10 ഭക്ഷണം കഴിച്ചു തീർന്നാൽ പറയണം എന്ത്? അൽഹംദുലില്ലാഹ്. അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കണം. അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായി പറഞ്ഞ് പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്രയും ഭാഗം നമ്മൾ പഠിപ്പിക്കുക. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, മുത്തുനബി എവിടെയാണ് ജനിച്ചത്, മുത്തുനബിയുടെ പേരെന്ത്, മുത്തുനബി എവിടെയാണ് വഫാത്തായത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ, മുത്തുനബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു നമ്മളെ മക്കളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു